ഇതിന് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയ ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് മാത്രമല്ല, ഇതിന് ആവശ്യത്തിന് എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. ഈ തക്കാളി രസവാങ്കി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ തക്കാളിയാണ് എടുത്താക്കുന്നത്. തക്കാളി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ തക്കാളി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാ രസങ്ങളും ചേർന്നതാണ് രസവാങ്കി. അതായത് ഉപ്പും പുളിയും എരിവും മധുരവും ഒക്കെ ചേർന്നതായിരിക്കണം രസവാങ്കി. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ രസവാങ്കിക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കാണ്. അതായത് ഒരു ബെല്ലത്തിൻ്റെ 4/1 ഭാഗം, അതായത് ഒരു അച്ച് ശർക്കര, ഒരു വലിയ നമുക്ക് അച്ചായിട്ടാണല്ലോ കിട്ടുക, ആ ശർക്കരയുടെ 4/1 ഭാഗമാണ് ഞാൻ ചേർക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നത് കൊണ്ട് ഈ രസവാങ്കിക്ക് ഒരു ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവണില്ല. നമുക്കൊന്നും കൂടിയും രുചി കൂടുന്നതേ ഉള്ളൂ. പക്ഷെ ഒട്ടും മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടട്ടെ, അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കാം. ഇത് നമുക്ക് ഈ രസവാങ്കിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മസാല റെഡിയാക്കാം കേട്ടോ. മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്താക്കുന്നത് ഒരു 1/4 മുറി നാളികേരമാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 5 വറ്റൽ മുളകാണ്, സാമാന്യ എരിവുള്ള മുളകാണ് ഇത് എടുത്താക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളകാണ് നമ്മളിവിടെ എടുത്താക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം കായം. പിന്നെ എടുത്താക്കുന്നത് ഒരു 2 ടീസ്പൂൺ കടലപ്പരിപ്പാണ്, 2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്താക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ തൂരപ്പരിപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പായസത്തിൻ്റെ പരിപ്പുണ്ടല്ലോ, ചെറുപയർ പരിപ്പ്, അതും വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലാണ് മസാലക്കൂട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓരോ ധാന്യങ്ങളും സെപ്പറേറ്റ് അതിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് വറുത്തെടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കണേ. അതുകൊണ്ട് നമുക്ക് ഈ ധാന്യങ്ങളൊക്കെ നമുക്ക് ഒരേ സമയം തന്നെ ഒരുമിച്ച് തന്നെ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കായം മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം വറ്റൽമുളകും കുരുമുളകും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും കൂടി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതായത് ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ നിറം വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നാളികേരവും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അങ്ങോട്ട് ഞാൻ ഇത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് നമ്മുടെ കറിക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അത് കണ്ടു നോക്കാം. അപ്പം ആദ്യം തന്നെ അതിലേക്ക് കായം ചേർക്കാണ്. കായം അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളകും പരിപ്പുകളും അതുപോലെ തന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പുകളുടെ നിറം അങ്ങോട്ട് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പരിപ്പുകളും നാളികേരവും ഒക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മളപ്പോൾ പൊടിച്ചെടുത്ത മസാലക്കൂട്ടാണ് കേട്ടോ ഇത്. തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചു വെച്ചേക്കണ മസാലക്കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചാറൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുകും മുളകും താളിച്ച് ചേർക്കാം. ഇനി നമ്മൾ ഈ കറി ഒന്ന് കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താക്കാണ്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ 2 വറ്റൽമുളക് ചെറുതായിട്ട് പൊട്ടിച്ചത് ചേർക്കാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു പിടി വേപ്പിലയും കൂടി ചേർക്കാണ്. വറവ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം
കറി അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. പണ്ട് കാലത്തെ ആളുകൾ വളരെ എളുപ്പത്തിലും രുചികരവുമായി തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭവമാണ് 4 രസങ്ങൾ ചേർന്ന തക്കാളി രസവാങ്കി. എരിവും ഉപ്പും പുളിയും ചെറുമധുരവും ചേർന്ന തക്കാളി രസവാങ്കി നമ്മുടെ എല്ലാ വീടുകളിൽ അവൈലബിൾ ആയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മറ്റൊരു വിഭവം കൂടി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങൾക്ക് അയച്ചു തരണം. ഇനി നമുക്ക് വീണ്ടും കാണാം വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട്. അതുവരെ ബൈ.